ഷർട്ടിനൊക്കെ എല്ലാം 150 150. കോഡ് വരാ ഇതിന് 30 രൂപ കോഡ് വരെ. ഇതിനൊക്കെ 50 100 ഹെഡ്സെറ്റുകളൊക്കെ 100. ഇതിന് 100 കേട്ടോ. ഫോൺ കവറൊക്കെ വെറും 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഏത് മോഡലിലെ ഫോൺ കവർ എല്ലാം ഉണ്ട് ഇവിടെ. ഇതിനൊക്കെ 20 കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രൈഡേ തിരൂര് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നേ. വെള്ളിയാഴ്ച മാർക്കറ്റിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ നോക്കിയത് പ്ലാസ്റ്റിക് ഐറ്റംസിലേക്കാണ്. കപ്പ് 3 എണ്ണം 50 കേട്ടോ. കപ്പിന് 3 എണ്ണം 50. ഇതെല്ലാം 20, 30, 10 അങ്ങനെയൊക്കെയുള്ള റേറ്റിലുള്ളൊക്കെ കേട്ടോ. ഇത് വരുന്നത് 30, 20 രൂപ. ഓക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ നോക്കിയത് കയർ ഗ്രാമം ആലപ്പുഴ എന്ന് പറയുന്ന ഈ സ്റ്റോറിലേക്കാണ്, ഈ കടയിലേക്കാണ്. ചവിട്ടിയൊക്കെ 2 റേറ്റാണ് അവർ പറഞ്ഞത്. പിന്നെ മിക്ക സാധനങ്ങളും 2 100 തന്നെയാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അത് സ്പോഞ്ചിന്റെ ടൈപ്പിലെ ചവിട്ടിയായിരുന്നേ. ഈ കട്ടിയുള്ള ചവിട്ടിയില്ലേ, അതിനാണെങ്കിൽ വെൽക്കം എഴുതിയേക്കണേ. അത് 2 100 രൂപ റേറ്റാണ് പറഞ്ഞത്, കയറിന്റെ കേട്ടോ. പിന്നെ ഇതിന് 1 100. അത് ഇച്ചിരി നല്ല അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു. അതെടുത്ത് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ഇത് ഇച്ചിരിയും കൂടെ കട്ടി തോന്നിക്കുന്നുണ്ടായിരുന്നു. 100 രൂപ പറഞ്ഞതിന്. പിന്നെ ഈ പച്ചപ്പുല്ലില്ലേ, ഈ കാണുന്ന പച്ചപ്പുല്ല്, അത് മീറ്ററിന് 25 രൂപ റേറ്റാണ് പറഞ്ഞത്. അത് നല്ല ലാഭമായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. ഞങ്ങളത് ഇവിടുന്ന് വാങ്ങിയത് മീറ്ററിന് 45-നായിരുന്നു വാങ്ങിയത്. 20 രൂപ കൂടുതലായിരുന്നു. അപ്പോൾ 25 രൂപയ്ക്ക് നല്ല ലാഭം ഉണ്ടായിരുന്നു. അതിനോ 250. ഇത് നല്ല ലെങ്തായിട്ടുള്ള ചവിട്ടിയാണ്. അതിന് 250 റേറ്റാണ് പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന ചവിട്ടിയിലെ വലിയ ചവിട്ടി, അതിന് 1450 രൂപയാണ് പറഞ്ഞത്. അതിന് നല്ല കട്ടി തോന്നിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നൂത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല നീളം തോന്നിക്കുന്നുണ്ടായിരുന്നു. ഹൈറ്റ് നല്ല നീളം തോന്നിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓരോ സാധനങ്ങൾക്കും പല റേറ്റാണ്. ഇത് ഈ കാണുന്ന ചവിട്ടിയിൽ ഇതിന് റേറ്റ് പറഞ്ഞത് 100 രൂപ റേറ്റാണ്. ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള. പിന്നെ ഞങ്ങൾ നോക്കിയത് ഷർട്ട് തൂക്കിയിട്ടേക്കുന്നതിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യം നമുക്ക് തന്നെ ചോദിക്കാം. ഇതെങ്ങനെ 150? ഷോർട്ടിനൊക്കെ 50 രൂപയും കുട്ടികളുടെ ഈ കുഞ്ഞ് ഷോർട്ട് ഡ്രസ്സിലെ അതിനൊക്കെ 20 രൂപ റേറ്റുമാണ് പറഞ്ഞത്. അപ്പോൾ പലതിന് പല റേറ്റാണ്. ടീഷർട്ടിനൊക്കെ സ്റ്റാർട്ടിങ് 100 ഇത് 50 രൂപേൻ്റെ ഷോർട്ടാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ടീഷർട്ടൊക്കെ കുട്ടികളുടെ ടീഷർട്ടിനൊക്കെ 50, മുതിർന്നവരുടെ ടീഷർട്ടിന് 100 റേറ്റാണ് പറഞ്ഞത്. കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് ഇതിനൊക്കെ 20 റേറ്റ്. അപ്പോൾ മൂപ്പര് തന്നെ പറഞ്ഞായിരുന്നു, കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് 3-4 എണ്ണം എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറച്ച് തരുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 മണിയാകുമ്പോഴാണ് ഫ്രൈഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണത്. പിന്നെ ഞങ്ങൾ നോക്കിയത് മൊബൈൽ കവറിലേക്കാണ്. ഇവിടെ ഏത് മൊബൈൽ കവർ എടുത്താലും 20 രൂപ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ നോക്കിയെടുക്കണം, അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഒരു നോക്കി തരൂല, വേറൊന്നുമല്ല, അത്ര ഇങ്ങനെ കൂട്ടിയിട്ടേക്കും. അപ്പോൾ നമ്മൾ തന്നെ നോക്കിയെടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് മൊബൈൽ കവറൊക്കെ. അപ്പോൾ ചാർജർ കോഡ് വയർ സെറ്റിന് റേറ്റ് പറഞ്ഞത് 30 രൂപയാണ്. സി ടൈപ്പ് ചാർജറിൻ്റെ കേബിളാണ്. അപ്പോൾ ഇതൊക്കെ റേറ്റ് 30 രൂപ. ഇതൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുവാണ്. നമ്മൾ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ ഇവിടെ വലിയൊരു കച്ചവടക്കാരുള്ളത്. ബാക്കിയുള്ള ദിവസമൊക്കെ വലിയൊരു കച്ചവടക്കാർ കാണും. ചാർജർ 200 രൂപ. ഇതിനൊക്കെയാ 40, 50 അങ്ങനെയൊക്കെ റേറ്റ് വരും. ഇതോ കാറിന്റെ ഇതിലൊക്കെ 50. ഇതിനൊക്കെ കാറിൽ വെക്കുന്ന മൊബൈൽ ഹോൾഡറില്ല, ഇതിനൊക്കെ 50 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ബൈക്കിലൊക്കെ വെക്കുന്ന മൊബൈൽ ഹോൾഡർ, മാറ്റിയ വാട്ടർ പ്രൂഫ്. ഇതിനെത്രേ? ഇതൊക്കെ ഒരു 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ, വെറും 50 രൂപ. ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പം മഴയത്തൊക്കെ നമുക്ക് പോകുമ്പോൾ മൊബൈൽ നനയാതിരിക്കാൻ വാട്ടർ പ്രൂഫ് ഇത്. പിന്നെ മൊബൈൽ ഹോൾഡർ പൈസക്ക് കൂടുതൽ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച തന്നെ തിരൂര് വരുന്ന ഫ്രണ്ട്സൊക്കെ വെള്ളിയാഴ്ച തന്നെ വന്ന് വാങ്ങിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ആ ദിവസം മാത്രമേ ഉള്ളൂ വലിയൊരു കച്ചവടക്കാരുള്ളത്. ഡ്രിമ്മർ 300 രൂപ. എത്രേ? ഇതിന് 230 രൂപ കേട്ടോ. കമ്പനി സാധനമെന്നാണ് പറയുന്നത്. ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് ഇതിനൊക്കെ 200 രൂപ. ഇവിടെ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങളാണ് കാണാൻ കഴിഞ്ഞത്.
അപ്പോൾ ബ്ലൂടൂത്ത് ഒക്കെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 200 രൂപയിലാണ് റേറ്റ് പറഞ്ഞത്. പലയിടത്തും പല റേറ്റ് ഉണ്ട്. അപ്പോൾ റേറ്റ് ആദ്യം ഇങ്ങനെ പറഞ്ഞെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇവിടുന്ന്. അതുപോലെ തന്നെ ഇവിടെ സ്പീക്കറിൻ്റെ ഐറ്റംസുകൾ, പിന്നെ കോഡ് വെയർ, ടോർച്ച് ലൈറ്റ് ഒക്കെ ടെലിൻ്റെ ബോഡി വരുന്ന ടോർച്ച് ലൈറ്റില്ലേ, അതിനൊക്കെ സ്റ്റാർട്ടിങ് 200 രൂപ റേറ്റാണ് പറഞ്ഞത്. പിന്നെ കൂടുതൽ കോഡ് വെയർ സെറ്റ്, ചാർജർ കേബിള്, ട്രിമ്മർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. HTCൻ്റെ ട്രിമ്മറിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 200 രൂപ റേറ്റാണ് വരുന്നത്. സാംസങ്ങിൻ്റെ മൊബൈലിൻ്റെ ബാറ്ററിക്ക് റേറ്റ് പറയുന്നത് 30 രൂപ റേറ്റാണ് ബാറ്ററിക്ക് പറഞ്ഞത്. പിന്നെ കൂടുതൽ ഇങ്ങനെ ബ്ലൂടൂത്ത് അങ്ങനത്തെ സാധനങ്ങൾ തന്നെയായിരുന്നു കാണാൻ കഴിഞ്ഞത്. പിന്നെ എല്ലാത്തിനും റേറ്റ് കുറവാണ്. ഈ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും, ഇലക്ട്രോണിക് സാധനങ്ങളാവട്ടെ, എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഫ്രൈഡേ മാർക്കറ്റിൽ നിന്ന് തന്നെ മേടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ക്ലോക്കിൻ്റെ കളക്ഷനിലേക്കാണ് നോക്കിയത്. സ്റ്റാർട്ടിങ് ക്ലോക്കിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. അതിനൊക്കെ 600 രൂപ, വലിയ ക്ലോക്കില്ലേ അതിനൊക്കെ 600. പിന്നെ ഇത് ഈ ചെറുതൊക്കെ വരുന്ന 100, പിന്നെ അങ്ങനെ 200 അങ്ങനെയുള്ള റേറ്റിലൊക്കെ വരുന്നത്. ഇവിടെ ക്ലോക്കിന് പുറമെ കൃഷ്ണൻ, രാധ അങ്ങനത്തെ പിക്ചറൊക്കെ, കൃഷ്ണന്റെ രാധയുടെയും പിന്നെ ഗണപതിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഇതൊക്കെ 200 രൂപ റേറ്റാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ലൈറ്റ് കത്തണ മോഡൽസ് പിക്ചർ വരുന്നതാണ്, ഫ്രെയിമാണ്. അപ്പോൾ ഇതൊക്കെ നല്ല വിലക്കുറവുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തെ കടയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മൊബൈലിൻ്റെ ബാറ്ററികളൊക്കെ 20 രൂപ, 30 രൂപ, 50 രൂപ അങ്ങനെ റേറ്റ് ഒക്കെ വരും. ബൾബിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നേ. അത് 3 റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. പിന്നെ വെള്ളമൊക്കെ കൊണ്ടുപോകണ കുപ്പികൾ അങ്ങനത്തെ ഐറ്റംസുകളും ഉണ്ടായിരുന്നു. പിന്നെ ക്ലോക്ക്, ചെറിയ ക്ലോക്കുകൾ, അലാറം ഒക്കെ വെക്കുന്ന ചെറിയ ക്ലോക്കില്ലേ, അങ്ങനത്തെ അതൊക്കെ ഉണ്ടായിരുന്നു. 50 രൂപ റേറ്റിലൊക്കെ തുടങ്ങുന്ന ചെറിയ ക്ലോക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഇങ്ങനത്തെ ഐറ്റംസിലേക്കാണ്. ഇവിടെ അത് 3 10 രൂപ റേറ്റാണ് വരുന്നത്. ഈ കുട്ടികൾക്കൊക്കെ വെക്കണ ഇല്ലേ, ഗേൾസിനൊക്കെ വെക്കണ ആ ടൈപ്പിലെ റായിക്കൊക്കെ 3 10 രൂപ റേറ്റാണ് വരുന്നത്. പിന്നെ ഇവിടെ വാച്ചുകളും ഉണ്ടായിരുന്നു. ആ അയൺ ബോക്സിൻ്റെ റേറ്റ് പറഞ്ഞത് 200 രൂപ റേറ്റാണ്. പിന്നെ ഇവരുടെ അടുത്ത് സ്പീക്കറിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളല്ല, ഇതൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള അയൺ ബോക്സ് ഒക്കെയാണ്. പിന്നെ ഈ സ്റ്റിച്ചിങ് മെഷീനില്ലേ, ഇതിന് റേറ്റ് പറഞ്ഞത് 100 രൂപ റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ അയൺ ബോക്സ് 3 ഉണ്ടായിരുന്നു. അപ്പോൾ അത് വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചപ്പോൾ വർക്കിംഗ് ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ വെള്ളമൊക്കെ പ്യൂരിഫൈ ചെയ്യണ മെഷീനില്ലേ, അതിന് റേറ്റ് പറഞ്ഞത് 100 രൂപ റേറ്റാണ്. അപ്പോൾ അത് വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത്, അതിലെന്തോ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഡ്രസ്സിൻ്റെ കളക്ഷനായിരുന്നു ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന ഡ്രസ്സൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 50, 100, 150 ആ റേറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സുകൾക്കൊക്കെ അത്യാവശ്യം ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. ഷാളുകളൊക്കെ ബനിയൻ ടൈപ്പിലെ ഷോളുകളും ഒക്കെ വരുന്നുണ്ട്, റയോൺ ടൈപ്പിലെ ഷോളുകൾ. പിന്നെ ഞങ്ങൾ നോക്കിയത് വാച്ചിൻ്റെ കളക്ഷൻ. ഈ വാച്ചൊക്കെ എങ്ങനെയൊക്കെ ഇതിനൊക്കെ 50, 30 അങ്ങനെയൊക്കെ വാച്ചിൻ്റെ വില വരുന്നത്. ഇതിന് റേറ്റ് പറഞ്ഞത് 30, 50 റേറ്റാണ്. വാച്ചിന് പുറമെ ഫോണുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയൻ്റെ ഫോണുകളായിരുന്നു കൂടുതൽ കണ്ടത്. അപ്പോൾ അതിനൊക്കെ 20 രൂപ റേറ്റാണ് വരുന്നത്. ഇവരുടെ അടുത്ത് തന്നെ ബാറ്ററി ഉണ്ടായിരുന്നു, സാംസങ്ങിൻ്റെ ബാറ്ററി, നോക്കിയൻ്റെ ബാറ്ററി ഒക്കെ ഉണ്ടായിരുന്നു. സ്പീക്കർ അടക്കം 2000 രൂപ കേട്ടോ. കാറിൽ വെക്കുന്ന ആ ബോർഡ് ഫുള്ളായിട്ട് 3000. സ്പീക്കറിന് പുറമെ ഇവരുടെ അടുത്ത് ടേപ്പില്ലേ, പഴയ ടേപ്പ്, അതായത് റേഡിയോ, അതിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതിന് റേറ്റ് പറഞ്ഞത് 50 രൂപയാണ് റേറ്റ് പറഞ്ഞത്. ഈ ടോർച്ച് ലൈറ്റിന് 100 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ റേഡിയോയ്ക്ക് 200, 100 റേറ്റാണ്. 500 രൂപ. വർക്കിംഗ് അല്ലേ റേഡിയോ? 300 രൂപ. എല്ലാം വർക്കിംഗ് അല്ലേ? ഈ ചെറിയ റേഡിയോ, ഇതിന് ഈ റേഡിയോക്കൊക്കെ എത്ര? ഇത് ഷാർപ്പ്, അത് പയ്യതാണ്, പയ്യ സെറ്റാണ്. 250 രൂപ. 250. അതൊരു 250 രൂപ. അത് റേഡിയോ വർക്കിംഗ് ആണ്. ഇത് റേഡിയോ ഇതാണ്. ഈ മൊബൈലൊക്കെയാ? ടോർച്ച് എത്ര? അത് വർക്കിംഗ് ഇല്ല, സ്വിച്ച് മാറ്റണം. വർക്കിംഗ് നല്ല ടോർച്ചാണ്. അത് വർക്കിംഗ്, ഇത് സ്വിച്ച് മാറ്റിയാൽ മതി. ഇത് എത്ര? വർക്കിംഗ് ആണ്. എത്രയിന്? അത് 150 രൂപ ലാസ്റ്റ്. ഇതിന് 150 വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു തിരൂര്. അന്നാണ് വരിയോര കച്ചവടക്കാർ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. ഇതിന് 250 കേട്ടോ. പഴയ കാലത്ത് മൊബൈലുകൾക്ക് 250 രൂപ. ബാറ്ററി ഇടണോ? ബാറ്ററി അടക്കോ? എല്ലാം വർക്കിംഗ് ആണ്. 250 രൂപ. ഈ ഫോണൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ കൂടാണ്. ഇവിടെ നോക്കിയതിൻ്റെ ഫോണൊക്കെ 250 രൂപ അവർ കുറയ്ക്കുന്നുണ്ട്. നമ്മൾ സാധനം എടുക്കുമ്പോൾ റേറ്റ് നമുക്ക്
വില പേശിയൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇത് കത്തിയുടെ അതിലേക്കാണ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 20 രൂപയാണ്. ഈ കണ്ണ് കത്തിക്കൊക്കെയാണ് 20 രൂപ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഈ വാക്കത്തെയാ ഇതിന് 250. ഇതിന് ഈ കോടാലിക്ക് എത്ര? 350. ഇതിനാ 450. ഇതിന് കാലടക്കം 450 രൂപ. ഇതിനാ 160. ഈ കത്തി എത്ര? വീട്ടിലേക്കുള്ളത്, അടുക്കളയിലേക്ക് മാത്രമല്ല നമുക്കൊരു വീട്ടിലേക്കുള്ള എല്ലാ കളക്ഷനും കത്തികളായാലും പിന്നെ അരിവാൾ കത്തി ആയാലും കോടാലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ നോക്കിയത് ലേഡീസ് ടോപ്പിലേക്കാണ്. ലേഡീസ് ടോപ്പിന് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 200 രൂപ റേറ്റാണ്. 200, 250, 300 ആ റേറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ 200 രൂപ പറഞ്ഞ ചുരിദാർ സെറ്റുകളാണ് ഇത്. ചുരിദാറല്ല, ടോപ്പിൻ്റെ സെറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ തന്നെ ലെങ്തി ആയിട്ടുള്ള ടോപ്പുകളാണ് കൂടുതൽ കാണാൻ കഴിഞ്ഞത്. റയോൺ ടൈപ്പിലും വരുന്നുണ്ട്, ബനിയൻ ക്ലോത്തിലും വരുന്നുണ്ട്, പിന്നെ കോട്ടൺ ടൈപ്പിൽ വരുന്ന മെറ്റീരിയൽസാണ് ഇതൊക്കെ. അപ്പോൾ ഇത് റയോൺ ടൈപ്പിലെയാണ്. ഇതിന് റേറ്റ് പറഞ്ഞത് 150 രൂപയാണ്. ഇതിന് പുറമെ തന്നെ നമുക്ക് കോട്ടണിൽ ഉള്ള ഡ്രസ്സുകളും ഉണ്ട്. കോട്ടൺ പരമായിട്ടുള്ള ടോപ്പുകളും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് കോട്ടണാണ്, പ്യുവർ കോട്ടണാണ്. അപ്പോൾ ഇതിന് റേറ്റ് പറഞ്ഞത് 250 രൂപയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇതിൽ തന്നെ കുറേ കളക്ഷനുകളുണ്ട്. ആലിയ കട്ടിൻ്റെ ഉണ്ട്, സാധാ കട്ടിൽ ചുരിദാർ ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഏതെടുത്താലും 200 രൂപ. ജെൻസിൻ്റെ ഏതെടുത്താലും 200. ജെൻസിൻ്റെ ഷൂസാണ്. ഇതിലേത് നമ്മളെടുത്താലും 200 രൂപ റേറ്റേ വരുന്നുള്ളൂ. ഇവരുടെ അടുത്ത് തന്നെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു. വൈറ്റിൽ തന്നെ ബ്ലൂ കളക്ഷൻ, അങ്ങനെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഷർട്ടിലേക്കും പാൻറ്റിലേക്കുമാണ്. ഷർട്ടില്ലേ, ഈ ഷർട്ടൊക്കെ ബനിയൻ ക്ലോത്തിൻ്റെ ഷർട്ടുകളാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇതിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 100, 150 അങ്ങനത്തെ റേറ്റിലാണ്. പാൻറ്റിനൊക്കെ റേറ്റ് വരുന്നത് 350 രൂപ റേറ്റാണ്. ഇതും ബനിയൻ ക്ലോത്തിൻ്റെ പാൻറ്റ്സാണ്. അപ്പോൾ ഷർട്ടുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട്. ഒക്കെ നല്ല തന്നെ ഫുൾ കൈയിൻ്റെ ഷർട്ടും ഉണ്ട്, ഹാഫ് കൈയിൻ്റെ ഷർട്ടും ഉണ്ട്. ഹാഫ് കൈയിൻ്റെ ഷർട്ടിന് റേറ്റ് കുറവാണ്. ഫുള്ളിനെ വെച്ച് നോക്കുമ്പോൾ ഹാഫിന് കുറച്ച് റേറ്റ് കുറവാണ്. അപ്പോൾ പാൻസിൽ തന്നെ കുറേ കളക്ഷനുകളുണ്ട്. ഈ കാണുന്ന കാക്കീൻ്റെ ഷർട്ടില്ലേ, ഇതിന് റേറ്റ് പറഞ്ഞത് 200 രൂപയാണ്. അതിൻ്റെ മെറ്റീരിയൽസ് വരുന്നത് ബനിയൻ ക്ലോത്തിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നരയ്ക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. കളർ മങ്ങുക അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ ഇത് കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ബനിയൻ ക്ലോത്ത് ആകുമ്പോൾ. മറ്റേ പോളിസ്റ്റർ അല്ല, ഇത് ഒറിജിനൽ ബനിയൻ ക്ലോത്ത് ആണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കിയത് ഈ ഡിഷ് വാഷിൻ്റെ ലിക്വിഡിലേക്കാണ്. ഇതിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അപ്പോൾ 40 രൂപയ്ക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഈസി ക്ലീനിൻ്റെ ആ 5 ലിറ്ററിൻ്റെ വരൂലേ, അതിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്. അപ്പോൾ ഇവർക്ക് ഷോപ്പുണ്ട്, അത് അടുത്ത് തന്നെയാണ് ഷോപ്പ്. അപ്പോൾ ഇവർക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇവിടോട്ട് ഇങ്ങനെ വലിയൊരു കച്ചവടക്കാരുടെ കൂടെ തന്നെ ഇവരിത് വിൽപ്പന നടത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഷോപ്പും കാര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ നോക്കിയത് ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റിലേക്കാണ്. ഇത് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 200 രൂപയാണ് ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റിന്. ഈ കാണുന്ന വാച്ചിൻ്റെ സെറ്റില്ലേ, അതിന് റേറ്റ് പറഞ്ഞത് 350 രൂപയാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള വാച്ചാണ്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഈ വാച്ചിൻ്റെ സെറ്റ്. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. 2 പീസ് ആയിട്ടാണ് വരുന്നത്, പെയറായിട്ടാണ് വരുന്നത്. പിന്നെ ഈ കാണുന്ന മൊബൈൽ കവറില്ലേ, ഇതിന് റേറ്റ് പറഞ്ഞത് 50 രൂപയാണ്. അപ്പോൾ 50 രൂപയുടെ കുറേ ഉണ്ടായിരുന്നു കളക്ഷനിൽ. 50, 80, 100 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇവരടുത്ത് തന്നെ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ, ഹെഡ്സെറ്റ്, അങ്ങനെ സ്മാർട്ട് വാച്ചിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. അതിന് റേറ്റ് പറഞ്ഞത് സ്റ്റാർട്ടിങ് റേറ്റ് 400 രൂപയാണ്. സ്പീക്കറൊക്കെ റേറ്റ് നല്ല കുറവുണ്ട്. 200 രൂപ ആണ് സ്റ്റാർട്ടിങ് സ്പീക്കറിന് റേറ്റ് വരുന്നത്. പിന്നെ ബാറായിട്ടുള്ള സ്പീക്കറില്ലേ, ബാർ ഐറ്റംസ് ആയിട്ടുള്ള അതിന് റേറ്റ് പറഞ്ഞത് 900 രൂപയാണ്. ഇത് ഈ ബ്ലൂടൂത്തില്ലേ, ഇത് 300 രൂപയുള്ള. അതിൻ്റെ കുറേ കളക്ഷനുകളുണ്ട്. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ ഷർട്ടിൻ്റെ കളക്ഷനിലേക്കാണ്. അപ്പോൾ ഷർട്ട് കുറേ ഇങ്ങനെ വാരി കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിന് റേറ്റ് ചോദിച്ചപ്പോൾ നല്ല വിലക്കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. ഷർട്ടിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. നമ്മൾ ഏത് ഷർട്ട് എടുത്താലും 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് വന്നിട്ട് റയോണിൻ്റെ മെറ്റീരിയൽസാണ്. അപ്പം തുണിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ റയോണിൻ്റെ ഉണ്ട്, പിന്നെ ബനിയൻ ടൈപ്പിലെ ക്ലോത്തും ഉണ്ട്. അപ്പോൾ ഇത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കയ്യിൽ തന്നെ ഇങ്ങനത്തെ ചെറിയ ഷോർട്ടായിട്ടുള്ള പാൻറ്റുകളുണ്ട്. ഇതിനൊക്കെ 100 രൂപ റേറ്റാണ് വരുന്നത്. ടീഷർട്ടിന് 100 രൂപ, ഷോർട്ടിന് 100 രൂപ ആ റേറ്റാണ് വരുന്നത്. അപ്പോൾ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ടീഷർട്ടാണ് ഇത്. യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത്.
ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനും റേറ്റ് പറഞ്ഞു. പിന്നെ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അധികം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ലപോലെ തിരക്കുണ്ടായിരുന്നു. സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരായിരുന്നു കൂടുതൽ ആൾക്കാർ. പിന്നെ ഞങ്ങൾ നോക്കിയത് ചെരുപ്പിൻ്റെ കളക്ഷനിലേക്കാണ്. ചെരുപ്പിന് പല റേറ്റ് വരുന്നുണ്ട്, 50, 100, 150 ആ റേറ്റാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ നോക്കിയത് പിന്നെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്കാണ്. ഇവിടെ കൂടുതൽ ഡ്രസ്സ്, ചെരുപ്പ് അങ്ങനത്തെ ഐറ്റംസുകൾ തന്നെയാണ് കൂടുതലുള്ളത്. ചെരുപ്പിനൊക്കെ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് 50 രൂപ റേറ്റാണ്. ഈ ലെതറിൻ്റെ ടൈപ്പിലെ ചെരുപ്പില്ലേ, അതിനൊക്കെ റേറ്റ് വരുന്നത് 150 രൂപ റേറ്റാണ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസിലേക്ക് വരുമ്പോൾ 100 രൂപ റേറ്റിലെ ചെരുപ്പുകളായിരുന്നു കൂടുതലുള്ളത്. പിന്നെ ഇവരുടെ അടുത്ത് തന്നെ കുറേ കളക്ഷനുകളുണ്ട്, ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഒക്കെ ചെരുപ്പുകൾ, അങ്ങനെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ കളർ മതിയെങ്കിൽ ആ ടൈപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇവരുടെ അടുത്ത് തന്നെ. ഞങ്ങൾ പിന്നെ നോക്കിയത് മൊബൈൽ കവറിലേക്കാണ്. മൊബൈൽ കവറിനും പല റേറ്റ് ഉണ്ട്. 30 രൂപ സ്റ്റാർട്ടിംഗ് ആണ് മൊബൈൽ കവറിന് റേറ്റ് പറഞ്ഞത്. ഇവിടെ പിന്നെ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കോഡ് വരാ ഇതിന് 30 രൂപ കോഡ് വരെ. ഈ ഹെഡ്സെറ്റ് ഒക്കെയാ 100 രൂപ. ബോട്ടിൻ്റെ ഹെഡ്സെറ്റിനാണ് 100 രൂപ റേറ്റ് പറഞ്ഞത്. പിന്നെ സാധാ ഹെഡ്സെറ്റിന് 50 റേറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ പലതിനും പല റേറ്റുകളാണ്. ചാർജർ കേബിൾ സെറ്റായിട്ട് 100 രൂപ റേറ്റാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ സ്പീക്കറിൻ്റെ കളക്ഷനുകളും ഉണ്ടായിരുന്നു. ചെറിയ സ്പീക്കറിനൊക്കെ റേറ്റ് വരുന്നത് 200 രൂപ റേറ്റാണ് വരുന്നത്. ഇത് 4 സെറ്റായിട്ടാണ്. ഇത് 100, ഇതിന് 100 കേട്ടോ. തന്നെ 4 ചാർജറിൻ്റെ സെറ്റായിട്ടാണ്. സി ടൈപ്പിൽ തന്നെ 2 സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് റേറ്റ് പറഞ്ഞാൽ 100 രൂപയാണ്. അത് അത്യാവശ്യം നല്ല ലാഭമായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. നമുക്ക് ഒരു ചാർജറിൻ്റെ കേബിൾ വാങ്ങിച്ചാൽ തന്നെ അത് 4 എണ്ണം ഒക്കെ നമുക്ക് കുത്തിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞങ്ങൾ നോക്കിയത് ക്യാപ്പിൻ്റെ സെറ്റിലേക്കാണ്. പിന്നെ തലവെട്ടിൻ്റെ റേറ്റ് പറഞ്ഞത് 50 റേറ്റാണ്. ആ ബ്ലാക്ക് കളറിലെ ചെറിയ ക്യാപ്പില്ലേ, അതിന് റേറ്റ് പറഞ്ഞത് 30 രൂപ റേറ്റാണ്. പിന്നെ 50ൻ്റെ റേറ്റ് പറഞ്ഞത് ഈ കാണുന്ന ഈ ക്യാപ്സൊക്കെയിലെ ഐറ്റംസിനൊക്കെയാണ്. പിന്നെ ഈ കാണുന്ന പാൻറ്റില്ലേ, വീട്ടിലേക്ക് ഉപയോഗിക്കണ ട്രാക്കായിട്ടുള്ള പാൻറ്റ്, അതിന് റേറ്റ് പറഞ്ഞത് 100 രൂപ റേറ്റാണ്. ഇത് 2 എണ്ണം 150 രൂപ ആ റേറ്റ്. ഷർട്ടിൻ്റെ തന്നെ കുറേ കളക്ഷനുകളുണ്ട്. ഇവരെടുത്ത് തന്നെ കുറേ കളറിലുള്ള ഷർട്ടുകളുണ്ട്. പിന്നെ ഈ കാണുന്ന വെള്ള ഷർട്ട്, അതിന് റേറ്റ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടാണ്. അതിൻ്റെ ഡ്രസ് മെറ്റീരിയൽസ് വന്നിട്ട് കോട്ടൺ ടൈപ്പിലേ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് കണ്ണാടി ഐറ്റംസിലേക്കാണ്. അപ്പോൾ ഈ കാണുന്ന കൂളിംഗ് ഗ്ലാസ്സിനൊക്കെ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് 50 രൂപയാണ്. വാച്ചിന് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 100 രൂപയാണ്. വാച്ചിൻ്റെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു. വലിയൊരു കച്ചവടക്കാരെടുത്ത് കുറേ ഉണ്ടായിരുന്നു കളക്ഷനുകൾ. ഫാസ്ട്രാക്കിൻ്റെ വാച്ചിനൊക്കെ റേറ്റ് പറഞ്ഞത് 250 രൂപ റേറ്റാണ് പറഞ്ഞത്. പിന്നെ 2 വാച്ച്, കുട്ടികളുടെയൊക്കെ 2 വാച്ചുകൾ നമ്മൾ കോംബോ ആയിട്ട് മേടിക്കുമ്പോൾ 150 രൂപ റേറ്റാണ് വരുന്നത്. ഫ്രൈഡേ മാർക്കറ്റ് കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങളാണ്. അപ്പോൾ യൂസ്ഡ് ഫോണ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഞങ്ങൾ 2 പാർട്ടായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളെ ഒന്ന് കണ്ട്, ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആ ഊഞ്ഞാലിൻ്റെ വലയില്ലേ, അതിന് റേറ്റ് പറഞ്ഞത് 100 രൂപ റേറ്റാണ്. പിന്നെ ഞങ്ങൾ നോക്കിയത് ഷർട്ടിൻ്റെ കളക്ഷനിലേക്കാണ്. ഇവിടെ ഷർട്ടിൻ്റെ റേറ്റ് 2 റേറ്റ് വരുന്നുള്ളേ, 50, 100 അങ്ങനെ 2 റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഏത് ഷർട്ട് എടുത്താലും 50 അല്ലെങ്കിൽ 100 ആ റേറ്റാണ് വരുന്നത്. കുട്ടികളുടെ ഷർട്ടിനാണ് 50 പറഞ്ഞത്. മുതിർന്നവരുടെ ഷർട്ടിനൊക്കെ 100 റേറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ കുറച്ച് കളക്ഷനേ ഉള്ളൂ, എന്നാൽ പോലും നല്ല കളക്ഷനുകളായിരുന്നു, അത്യാവശ്യം നല്ല കളക്ഷനായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഡ്രസ് മെറ്റീരിയൽസിലേക്ക് തന്നെയാണ്. ഇവിടെ 6 എണ്ണം കോംബോ ആയിട്ട് എടുക്കുമ്പോൾ 100 രൂപ റേറ്റാണ് വരുന്നത്. അത് കുട്ടികളുടെ പാൻസ്, ടീഷർട്ട് അങ്ങനത്തെ ഐറ്റംസിനാണ് ഇങ്ങനെ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ 100 രൂപ റേറ്റ് വരുന്നത്. ഇവരുടെ അടുത്ത് തന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ നമ്മൾ ഈ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ തന്നെയാണ് കൂടുതൽ ഇവരുടെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ബനിയൻ ക്ലോത്ത് അങ്ങനത്തെ മെറ്റീരിയൽസാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ കാണുന്ന ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇല്ലേ കുട്ടികളുടെ, അതിനൊക്കെ റേറ്റ് വരുന്നത് 5 എണ്ണം 100 രൂപ ആ റേറ്റിലാണ് വരുന്നത്. പിന്നീട് ഞങ്ങൾ നോക്കിയത് ചെരുപ്പിൻ്റെ കളക്ഷനിലേക്കാണ്. ഈ കാണുന്ന ചെരുപ്പില്ല, ഇത് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. 100, 150 അങ്ങനത്തെ റേറ്റാണ് വരുന്നത്. അപ്പോൾ കുട്ടികളുടെ ചെരുപ്പുകളും ഉണ്ട്, ലേഡീസിൻ്റെ ചെരുപ്പുകളായിരുന്നു കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ കൂളിംഗ് ഗ്ലാസിൻ്റെ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് 50 രൂപയാണ്. പിന്നെ ഇവരുടെ അടുത്ത് തന്നെ ക്യാപ്പിൻ്റെ സെറ്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ് വരുന്നത്. ഈ കാണുന്ന ലെതറിൻ്റെ ബെൽറ്റില്ലേ, ഇതിനൊക്കെ റേറ്റ് വരുന്നത് 30 രൂപ റേറ്റാണ്. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ നോക്കിയെടുത്താൽ മതി. പക്ഷെ എല്ലാം നല്ല പീസുകൾ, സാധനങ്ങൾ തന്നെയാണ്, ഡാമേജ് ഒന്നും ഇല്ലാത്ത ഐറ്റംസുകൾ തന്നെയായിരുന്നു.
കുഞ്ഞു മക്കൾക്ക് പറ്റിയ ക്യൂട്ടായിട്ട് ഉള്ള ടോപ്പുകളില്ലേ, ഫ്രോക്കുകൾ, അതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ കുറഞ്ഞ റേറ്റിലാണ് വിൽക്കുന്നത്. 50, 100 അങ്ങനെ കുറഞ്ഞ റേറ്റിലാണ് വിൽക്കുന്നത്. യൂസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സാധനങ്ങളും വാച്ചുകളും ഫോണുകളും ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ് വഴിയോര കച്ചവടക്കാർ. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ പെയിൻറ്റിങ് സ്പ്രേയിലേക്കാണ്. ഇതിനൊക്കെ പകുതി റേറ്റേ ഉള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ പകുതിയിലും കുറവുള്ള റേറ്റാണ് ഇതൊക്കെ. ഇതിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് കുറേ കളറുകളുണ്ട്. പെയിൻറ്റിങ് സ്പ്രേയിൽ തന്നെ കുറേ കളറുകളുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ഫ്രൈഡേ മാർക്കറ്റിൽ പോയത് രാവിലെ ആയിരുന്നു പോയത്. ഒരു 9 മണി ആ ടൈമിലാണ് പോയത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി വരെ ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. 7 മണി വരെയൊക്കെ ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ടായിരിക്കും, ഓപ്പണിംഗ് ആയിരിക്കും. ഇതൊക്കെ കിച്ചൺ ഐറ്റംസുകളാണ്. സ്പൂണുകൾ, കത്തികൾ, പിന്നെ കിച്ചണിലേക്കുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 5 രൂപ ഐറ്റംസാണ്. പിന്നെ നമ്മൾ എവിടെ പോയാലും ഏത് സാധനം എടുത്താലും നമ്മളത് നോക്കിയെടുക്കണം. ക്വാളിറ്റി ചെക്ക് ഉറപ്പാക്കണം. അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതെല്ലാം നമ്മൾ വാങ്ങിക്കണവരൊക്കെ ശ്രദ്ധിച്ച് വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ഞങ്ങൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി വരുന്നത് ഈ മാർക്കറ്റിനുള്ളിലേക്കായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ വഴിയോര കച്ചവടക്കാരെ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. അതെത്രേ? 50 രൂപ. വാക്കർ വർക്കിംഗ് റേറ്റ് ഒക്കെ 400 രൂപ. 5 വേണ്ടി 430.